ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനോട് സ്വാഗതം. ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പോട്ടിൽ വെച്ച് ഇതേപോലെ വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നമുക്ക് ഇതേപോലെ നല്ല പോലെ വെയിലത്തും പിന്നെ എങ്ങനെ വേണേലും വച്ച് വളർത്താം. ഏത് കാലാവസ്ഥയിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ കമേലിയ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലൊരു 5-6 വെറൈറ്റീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 150 രൂപയാണ് കേട്ടോ. ഇതേപോലെ നല്ല പോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റാണ് നമ്മുടെ കമേലിയ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ നമ്പർ ഇടാം. മറ്റുള്ള കളറൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കളറെല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. നല്ല ഫ്ലവറാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ റോസാപ്പൂവിൻ്റെ ഒക്കെ ഒരു സാദൃശ്യം തോന്നും. അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് കൂടെയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നമ്മുടെ കമേലിയ. അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേലിയ പ്ലാന്റ് ഇതേപോലെ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാവുന്നതും പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ്. ഇത് നമ്മുടെ കയ്യിലൊരു 3-4-5 വെറൈറ്റീസോളം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഒത്തിരി സ്റ്റോക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയാണ്. ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് കരിയിലൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നട്ട് വളർത്താൻ. നമുക്ക് പോട്ടി മിക്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കരിയിലൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ സാധാ എല്ലാ ചെടികൾക്കും ഒഴിക്കുന്ന പോലെ തന്നെ വെള്ളം രാവിലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാം. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത്, അത് ശ്രദ്ധിക്കണം. അടുത്തത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ക്യാറ്റസ് മേടിക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം നല്ല പോലെ പൂക്കൾ വിരിയാനായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. ജിഫി സൈസ് ആണെങ്കിലും ഏകദേശം ഒട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. നമ്മൾ 12 കളറാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 270 രൂപയാണ്. നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ക്യാറ്റസിന് വില ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ മേടിച്ചപ്പോൾ നമുക്ക് ക്യാറ്റസ് നട്ട് വളർത്താൻ പറ്റുന്ന സമയം കൂടിയാണ്. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ. ചകിരിച്ചോറ് ഒത്തിരി വേണം. അതുപോലെ തന്നെ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാം. ഇൻഡോറിൽ വെക്കുമ്പോൾ നമ്മൾ വിൻഡോ സൈഡിലൊക്കെ വെച്ച് വളർത്താൻ നല്ലപോലെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തും വെക്കണം. ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ. ചൈനീസ് ബോൾസും നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വളർത്താറുള്ള പ്ലാന്റും കൂടിയാണ്. ഇത് നമ്മുടെ ഹൈബ്രിഡ് പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് ബോൾസം. ഇത് നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു വെള്ളം ഒഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം വേണേൽ ചൂടുള്ള സമയങ്ങളിൽ 2 നേരം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വാടിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇത് നമുക്ക് പോട്ടിലും സാധാ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മളൊരു 10 കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നത് 280 രൂപ. 13 കളർ നമ്മൾ കോമ്പോ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 13 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 360 രൂപയാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. ഇതേ സൈസുള്ള ജിഫി സൈസാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അടുത്ത് നമ്മുടെ ഹൊയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ഹൊയ പ്ലാന്റ് ഇതേപോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതൊരു റൗണ്ട് ആകൃതിയിലാണ് കേട്ടോ. ഇത് നിറയെ നല്ല പോലെ പൂക്കൾ വിരിയും. ഇതൊരു ബോളാകൃതി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഭംഗിയും നല്ല ഷേപ്പാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. പിന്നെ ഇത് പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല. ഇത് നമുക്ക് ഇങ്ങനെ വള്ളി പോലെ പടർത്തി കയറ്റാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതിന് അത്യാവശ്യം നല്ല വെയിലൊക്കെ തട്ടുന്ന സ്ഥലത്ത് വേണം വെച്ച് വളർത്താൻ. 6 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 360 രൂപ.
അടുത്ത നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ. ഹൈഡ്രഞ്ചിൻ്റെ ഒരു 5 കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് 270 രൂപയാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, ബൊക്ക പോലെയൊക്കെ നമുക്ക് തോന്നും ഈ ഹൈഡ്രഞ്ചിൻ്റെ പൂക്കൾ. ഇതും പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. പിന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്. ഇത് നമുക്ക് പിന്നെ പോട്ടിലും വേണമെങ്കിലും മണ്ണിലും വെച്ചും വളർത്തിയെടുക്കാം. അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രഞ്ച. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ശ്രദ്ധിക്കുക.